എൻ്റെ ഒരു ഫ്രണ്ട് ശ്യാം എന്ന് പറഞ്ഞ ഫ്രണ്ട്. ശ്യാമിന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഉണ്ട്, അവനും ഒരു ബർത്ത്ഡേ ഉണ്ട്. അല്ല എന്താ പറയാൻ പോണെന്നുള്ളത്. അല്ല ആ ഡേറ്റ് ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് ഒന്ന് പറയോ? ഡേറ്റ് അത് ഒക്ടോബർ 24. ഒക്ടോബർ 24. ശ്യാം SHAM. പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. It was a special day, so I looked at the calendar and the date was confusing. എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ 25 എന്റെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത്. തെറ്റിക്കഴിഞ്ഞാല് കൈയ്യെടുത്ത് തന്നെ സ്ലാപ്പ് ചെയ്യണം. 600. ഒരുപക്ഷെ പ്രേതവും ഭൂതമൊക്കെ സത്യമാണെങ്കിൽ അലീസയെ കൊന്നത് ആരാണെന്ന് അറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? അതായത് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഏതെങ്കിലും ഒരാളും ആ ആളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? എക്സാക്ട് ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഒരു ഓർമ്മയിൽ വരുന്ന ഏറ്റവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഏതെങ്കിലും പെട്ടെന്ന് പറയുമ്പോഴേ ആരുടെയെങ്കിലും ബർത്ത്ഡേയോ അങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും പക്ഷേ ഇവിടെ ആർക്കും അറിയാത്ത അങ്ങനെ ഒരു പേര് പറയോ? ആളുടെ പേരെന്താ? എൻ്റെ ഒരു ഫ്രണ്ട് ശ്യാം എന്ന് പറഞ്ഞ ഫ്രണ്ട്. ശ്യാമിന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഉണ്ട്, അവനും ഒരു ബർത്ത്ഡേ ഉണ്ട്. അല്ല എന്താ പറയാൻ പോണെന്നുള്ളത്. അല്ല ആ ഡേറ്റ് ആളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഡേറ്റ് ഒന്ന് പറയോ? ഡേറ്റ് അത് ഒക്ടോബർ 24. ഒക്ടോബർ 24. കഴിഞ്ഞ വർഷം ഒക്ടോബർ 24 ഈ ഡേറ്റ് ഓർത്തിരുന്ന് അങ്ങനെ എന്തെങ്കിലും വിഷ എന്തെങ്കിലും കൊടുത്തതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് കുട്ടിക്കാലം മുതലുള്ളൊരു ശീലമാണ് ഡ്രീം ജേണൽ എന്ന് പറയുന്നത്. കാണുന്ന സ്വപ്നങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചിടുന്ന ചെറിയ പരിപാടിയാണ്. നമ്മൾ ഈ പില്ലോയുടെ അടിയിലും ഇങ്ങനെ എഴുതാറുണ്ടോ? ഡ്രീം ജേണൽസ് എഴുതാറുണ്ടോ? എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഉറക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് വായിച്ചു കൊടുക്കണം. ഉറക്കെ വായിച്ചു. I was in a dream when suddenly I heard someone calling my name. I was in a dream when suddenly I heard someone calling your name. Sham. SHAM. പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. It was a special day, so I looked at the calendar and the date was October 24. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്യാമേ. ഇതെല്ലാം ഒരു പരീക്ഷണം പോലെയൊക്കെ കണ്ടാൽ മതി. ആരെ വിളിക്കാതെ ആർക്കെങ്കിലും സജഷൻസ് ഉണ്ടോ? ആരെങ്കിലും വിളിക്കാൻ ഇന്ന ആളെ വിളിക്കണം വേടനുണ്ടോ? പോയോ? അല്ല, ഫ്രണ്ട്ലിസം ഗംഭീരമായിരുന്നു. പക്ഷെ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരുണ്ട്. അതിൽ ഒരുത്തന്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവരോട് പറയാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. അതായത് ശ്യാമിന്റെ ബർത്ത്ഡേ ഒക്ടോബർ 24. എന്തുകൊണ്ട് ഞാൻ അത് ഓർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഓർത്തിരുന്നാൽ മാത്രമേ അതിന്റെ പിറ്റേ ദിവസം ഒക്ടോബർ 25 എന്റെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് ആലോചിച്ച് വെച്ചതും അവന്റെ പേര് പറഞ്ഞതും ബാക്കിയുള്ള എന്റെ സുഹൃത്തുക്കൾ ക്ഷണിക്കാം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ടൈം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നമ്മളെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ടൈം. ഇതൊരു
മെന്റലിസമായിട്ടൊന്നും കാണണ്ട. എനിക്ക് ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെന്ന് പരിപാടി ചെയ്യുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ഹാവ് എ വാച്ച് വിത്ത് മീ. കൈയൊന്ന് ഇങ്ങനെ വയ്ക്കും, എന്നിട്ട് ഇതിങ്ങനെ ടയറൊന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്താൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. മതി, ലോക്ക് ചെയ്യട്ടെ. ഹാവ് എ ലുക്ക്. ആർക്കും പറയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ടൈം പറയട്ടെ, ആർക്കും പറയണ്ട, മറന്നു വരുത്. കൈ ഒന്ന് കാണിക്കൂ. സേഫ് ആയിട്ട് ഇങ്ങനെ ചെണ്ടാക്കി എടുക്കുന്നതിൻ്റെ മേളിൽ വെച്ചു. I want you to keep thinking that, like, അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ imagine, like, in front of you there's a white cloud. Yeah, you can see the time, like 12 to again അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ 12 നിന്ന് തുടങ്ങി വീണ്ടും 12ലേക്ക് എത്തുന്ന ഒരു ടൈം. You can see the digits are there and the needles are rotating. 1 2 3 4 5 6 7 8 9. സാധാരണ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പ്രഷൻസ് എന്നൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ആളെ എനിക്ക് ഒരു എക്സ്പ്രഷനും തരാത്ത ഇല്ല. ഇഫ് ഐ എം റൈറ്റ്, ഐ വാണ്ട് യു ടു സേ ലൈക്ക് അനന്ത് യു ഓസം എന്ന് ചുമ്മാ പറയണം. തെറ്റിക്കഴിഞ്ഞാൽ കൈയെടുത്ത് തന്നെ സ്ലാപ്പ് ചെയ്യണം. കുഴപ്പമില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അനന്തും അതൊക്കെ മോശമല്ലേ? Imagine the time in your mind, like 1 2 3 4 5 6 7 and repeat it like 6 times. 6 times. So, You're amazing. what was the time? കയ്യിൽ വെച്ചു, അങ്ങനെ തന്നെ വെച്ചോ. What was the time? അല്ലല്ല, കയ്യിൽ അങ്ങനെ തന്നെ വെച്ചോളൂ. ഇത് ഇങ്ങനെ തന്നെ വെച്ചോളൂ. അതായത് സർപ്രൈസ് ആയിട്ട് നമുക്ക് കാണിക്കാം. What was the time? 6:10. I can do this right now. നമുക്കിത് ഇപ്പം ചെയ്യാം. പക്ഷേ വാട്ട് ഇഫ് ഇപ്പം ഒളിഞ്ഞു നോക്കി ചെയ്യാൻ പറ്റും. What if we can do this before starting the show? എനിക്ക് സ്വപ്നങ്ങളായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈഫിനെ സ്വപ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ദിസ് ബാറ്റിൽ ഇസ് ക്ലോക്ക് ആൻഡ് ദ ടൈം സേസ് നമ്മൾ ഈ ഹിപ്നിക് ജെർക്ക് എന്ന് പറയും. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗർത്തത്തിലേക്കൊക്കെ വീഴുന്ന പോലെ തോന്നി നമ്മുടെ കാലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇഫ് യു തിങ്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് റാൻഡമായിട്ട് സംഭവിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്റ്റേജ് ലൈക്ക് അത് നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടി ആയിക്കോട്ടെ. ഇപ്പൊ ഈ മൊമെന്റിൽ നടന്നതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ സമയം ഒന്നുകൂടെ പറയും. 6:10. അങ്ങനെ ഒരു ടൈം ആളെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ഈ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും സ്വപ്നങ്ങൾ ഒരു മെമ്മറിയാണ്. If it was a dream, this moment must be a memory because there is no dial on the watch. വാച്ചിന് needles ഇല്ല. അതായത് ഒരു സഹപ്രവർത്തകയോ അങ്ങനെ ഒരു സഹപ്രവർത്തകയോ അങ്ങനെ ആരെങ്കിലും ഒരാളിൽ നിന്ന് വിളിക്കും സ്റ്റേജിലേക്ക്. ആരുണ്ട്? എന്താ ഇവിടെ എനിക്കൊന്നും കാണുന്നില്ല. എനിക്ക് കാണാം. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ആരെങ്കിലും ഒരാളെ എനിക്ക് ആണുങ്ങളെ പറ്റില്ല. ആണോ? ഫീമെയിൽ വോളണ്ടിയറിനെ വേണം. ഞങ്ങളുടെ പ്രിൻസാൻ ഫാമിലിയിലെ നായികരിപ്പുണ്ട്. വേറെ ആരും ഇരിപ്പിക്കുന്നു. കുട്ടി പ്ലീസ് ഡോണ്ട് ഒന്ന് വരാൻ പറ്റുമോ? ബൈ, താങ്ക് യു സോ മച്ച്. നല്ല ഒരു കാര്യം ചെയ്യാം. ഞാനേ ഇതൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പേര് മീനാക്ഷി. മീനാക്ഷി, താങ്ക്സ് അല്ലോ. ഞാൻ മീനാക്ഷിക്ക് ഒരു സമ്മാനം തരാം, ഒരു ചോക്ലേറ്റ് ഓഫ് ലവ്. മീനാക്ഷിക്ക് പേടിയൊന്നുമില്ലല്ലോ? അല്ല, അങ്ങനെയൊന്നുമില്ല. പൊതുവെ പേടിയൊന്നുമുള്ള കൂട്ടത്തിലല്ലോ? പൊതുവെ പേടിയുള്ള കൂട്ടത്തിലാണ്. ഡിപ്പെൻസ് എന്തിനാണ് പേടി അതിനനുസരിച്ച്. ഞാനൊരു കഥ പറയാം. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ പണ്ട് മുതലേ ഈ പ്രേതം ലാലേട്ടന്റെ മണിച്ചിത്രത്താഴൊക്കെ കണ്ടിട്ട് അന്ന് മുതലേ ഇങ്ങനെ സബ്ജക്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ
അതിൽ കേട്ടൊരു കഥ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഇരുന്നപ്പോൾ കേട്ടൊരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലെ ഒരു നഗരത്തിൽ അസ്വാഭാവികമായ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. അലീസ. ഓർഫനേജിന്റെ മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന അലീസയെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് കാണാതാവുന്നത്. പിന്നീട് അറിയുന്നത് അലീസയുടെ മരണവാർത്തയാണ്. Still the questions remains. Who, when, where, how. ഇന്നും ചുരുളഴിയപ്പെടാതെ കിടക്കുന്ന കേസുകളിലൊന്നായി അലീസ മർഡർ കേസ് മാറി. ഈ ഒരു കേസിൽ അതിനും ഒരിടത്തും രേഖപ്പെടുത്താതെ പോയ ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. അലീസ വാസ് ബ്ലൈൻഡ്. ഒരുപക്ഷെ പ്രേതവും ഭൂതമൊക്കെ സത്യമാണെങ്കിൽ അലീസയെ കൊന്നത് ആരാണെന്നറിയാൻ അലീസയുടെ ആത്മാവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ലേ? ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജെ പോലെ ഹാവ് എ സീറ്റ് പ്ലീസ്. ഇരുന്നോ ചേട്ടാ, ബൈ പ്ലീസ്. ഈ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാർ സെൻസേഷൻസ് ഒക്കെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കും. അങ്ങനെ പല രീതിയിൽ ഡയമെൻഷനിൽ നമുക്കതിനെ ചിത്രീകരിക്കാൻ പറ്റും. Whenever both of you feeling a kind of sensation, I want you to raise your hand. Comforted. എപ്പോഴെങ്കിലും കണ്ണടച്ചിരുന്നിട്ട് എന്താ കണ്ണടച്ചു പോയി ഇതാരെ വിളിച്ചേ? അതായത് റിലാക്സ്. എപ്പോഴെങ്കിലും ഒരു സെൻസേഷൻ ഒരാളിങ്ങനെ വന്ന് തൊടുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് കൈ ഇങ്ങനെ പൊക്കണം. ഇതുപോലെ കൈ ചൂടാക്കി അങ്ങനെ കേട്ടോ ചേട്ടാ. സെയിം ഹിയർ. Whenever you are feeling a sensation, I want you to raise your hand. Okay. Come on, sir. ടോളായിട്ട് നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാം. ഞാൻ സംസാരിക്കുന്നില്ല, പാട്ട് മാത്രമേ ഉള്ളൂ. ചേട്ടൻ കണ്ണടച്ചിരുന്നു. എപ്പോഴാണോ അത് ഫീൽ ചെയ്യുന്നത് ആ ഒരു എക്സാക്ട് മൊമെന്റിൽ ചെയ്യും. ഇല്ല, എപ്പോഴാണോ അത് ഫീൽ ചെയ്യുന്ന ഒരു സെൻസേഷൻ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാൾ വന്നിട്ട് തൊട്ടിട്ട് ഓടിപ്പോകുന്നതാണ്. Whenever you feel the sensation, I want you to raise your hand at the exact moment. Got it? എന്താ സംഭവിച്ചത്? ഒരു മുത്തശ്ശി കഥ പോലെ ഒരു പറഞ്ഞു കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള